നമ്മളുടെ ഈ കോമൺ മാൻ്റെ ഇടയിലുള്ളൊരു ഈ തേയ്മാനം ഒരു വലിയ അസുഖമായിട്ട് എടുക്കുന്നൊരു ഇതുണ്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ വരുന്ന പേഷ്യൻസിനോട് പറയുന്നത് തേയ്മാനം ഒരു നോർമൽ ഏജിങ് പ്രോസസ്സാണ്. നമ്മൾ ലൈക്ക് ഗ്രേ ഹെയർ വരുന്ന പോലെ മുടി നരയ്ക്കുന്ന പോലെയുള്ള ഒരു ചേഞ്ച് തന്നെയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കുറേ റീസൺസ് മെക്കാനിക്കലാണ്. ലൈക്ക് നമ്മുടെ ഈ കാലിൻ്റെ അലൈൻമെൻറ്റ് പോയി കിടക്കുക. അതാണ് ബേസിക്കലി ടയർ അലൈൻമെൻറ്റ് പോലെ തന്നെ കാലിൻ്റെ അലൈൻമെൻറ്റ് നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഫുൾ ലെങ്ത് എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ഒരു 3 to 4 ഡിഗ്രീസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ 8 to 12 ഡിഗ്രീസ് വരെ ഉണ്ടാവാം. ഈ ബെൻഡാണ് ബേസിക്കലി നമ്മൾ തേയ്മാനം ഉണ്ടാക്കുന്നത്. അപ്പോൾ തേയ്മാനം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് മുട്ടിൻ്റെ ഒരു സൈഡ് മാത്രം തേഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇനീഷ്യൽ പീരീഡിൽ നമുക്ക് ഫിസിയോതെറാപ്പി മാത്രം വെച്ച് കുറേ പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ട്രീറ്റ്മെൻറ്റ്. പക്ഷെ ആ സ്റ്റേജിൽ പലപ്പോഴും നമ്മുടെ അടുത്തോട്ട് പേഷ്യൻസ് എത്തുന്നില്ല. ചെറിയ നീ പെയിനൊക്കെ വെച്ച് ഒരുവിധം എല്ലാവരും അവർ നോർമൽ ആക്ടിവിറ്റീസ് ചെയ്തു പോകുന്നു. ലിമിറ്റേഷൻ വരുമ്പോഴാണ് നമ്മുടെ അടുത്തോട്ട് എത്തുന്നത്. നമ്മുടെ അടുത്തോട്ട് എത്തുന്നത് നമ്മൾ ബ്രോഡ്ലി പറയുകയാണെങ്കിൽ ഇതിനൊരു 3 കാറ്റഗറിയാണ്. ഫസ്റ്റിൽ എക്സ്റേ ചേഞ്ചസ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ, സെക്കൻഡിൽ ഒരു ചെറിയ കോർണർ അല്ലെങ്കിൽ ഒരു ചെറിയ ഏരിയ, ബേസിക്കലി പകുതി വരെ ഹാഫ് വരെ തേയ്മാനം വന്നിരിക്കുന്ന ഒരവസ്ഥ. അത് കഴിഞ്ഞിട്ടുള്ളത് കംപ്ലീറ്റ്ലി നീ ഡാമേജ് ആയി പോകുന്ന ഒരവസ്ഥ. ഈ കംപ്ലീറ്റ്ലി ഡാമേജ് ആയി പോകുന്ന അവസ്ഥയിൽ നമുക്ക് ഈ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അത് ചെയ്ത് തന്നെ മതിയാവുള്ളൂ. ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് തന്നെ മതിയാവുള്ളൂ. പക്ഷേ ഐഡിയലി അതെപ്പോഴും ഒരു 65 പ്ലസിലേക്ക് പുഷ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം റിവിഷൻ ചെയ്യേണ്ടി വന്നാൽ, അതായത് ഒരു വെക്കുന്ന നീക്കൊരു ഏജ് ഉണ്ട്, അതും കൂടെ പോയി കഴിയുമ്പോൾ രണ്ടാമത് നീ റീപ്ലേസ്മെന്റ് ചെയ്യേണ്ടി വന്നാൽ അതിന്റെ റിസൾട്ട്സ് നമ്മൾ ഈ പറയുന്ന അത്ര പ്രഡിക്റ്റബിൾ അല്ല. 50-50 തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രൈമറി റീപ്ലേസ്മെന്റ് ഒരു എക്സലന്റ് സർജറി തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല, പ്രൊവൈഡഡ് അത് ഇൻഡിക്കേറ്റഡ് സിറ്റുവേഷനിൽ ചെയ്തു കഴിഞ്ഞാൽ. അപ്പോൾ ഈ യൂണിക് കമ്പാർട്ട്മെന്റൽ നീ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഹാഫ് മാത്രം, മുട്ടിന്റെ ഒരു പകുതി മാത്രം തേഞ്ഞു പോയ സിറ്റുവേഷനിൽ നമുക്ക് ഈ നമ്മുടെ നീയെ തന്നെ പ്രിസർവ് ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ ആകെ ചെയ്യുന്നത് കാലിന്റെ അലൈൻമെന്റ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എവിടെയാണോ കാല് ബെൻഡ് ചെയ്ത് പോയിരിക്കുന്നത് ആ ബെൻഡ് ചെയ്ത സ്ഥലം ബോൺ കട്ട് ചെയ്ത് സ്ട്രൈറ്റൻ ഔട്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഒരു പേടിയുണ്ട്, ബോൺ കട്ട് ചെയ്ത് ശരിയാക്കുക എന്ന് പറയുമ്പോൾ ഒരു ഫ്രാക്ചർ സിറ്റുവേഷൻ പോലെയാണ്. പക്ഷെ നമുക്ക് ഒരിക്കലും ഒരു എല്ലൊടിയുന്ന പോലെയല്ല ഒരു സർജൻ ബോൺ കട്ട് ചെയ്യുന്ന സമയത്ത്. വളരെ ഡെലിക്കേറ്റ് ആയിട്ടാണ് നമ്മളത് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഹീലിംഗ് ഇഷ്യൂസ് ഒരിക്കലും ഉണ്ടാവില്ല. ഈ ബെൻഡ് മുട്ടിന് മേലെയാണെങ്കിൽ നമ്മൾ യൂഷ്വലി പ്ലേറ്റ്സ് വെച്ചിട്ടാണ് കറക്റ്റ് ചെയ്യുക. മുട്ടിന് താഴെയാണെങ്കിൽ എക്സ്റ്റേണൽ ഫിക്സേറ്റർ വെച്ചിട്ടാണ്. അതിൽ ഈ എക്സ്റ്റേണൽ ഫിക്സേറ്റർ എന്ന് പറയുന്നത് തന്നെ റിങ് വെച്ചിട്ടല്ല. പ്രിൻസിപ്പിൾസ് നമ്മൾ റിങ്ങിൻ്റെയാണ് യൂസ് ചെയ്യുക, നേരത്തെ പറഞ്ഞ ആംഗിൾസും കാര്യങ്ങളൊക്കെ. പക്ഷേ കാലിൻ്റെ ഒരു സൈഡിൽ മാത്രമുള്ള ഒരു ചെറിയ, നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ആക്ച്വലി പുറത്ത് കാണാത്ത ടൈപ്പ് ചെറിയ ഫിക്സേറ്റർ വെച്ചിട്ടാണ് ഈ നീ പ്രിസർവേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നീ പ്രിസർവേഷൻ ചെയ്യുന്നവരുടെ ഉദ്ദേശം അറ്റ്ലീസ്റ്റ് ഒരാൾക്കൊരു നീ റീപ്ലേസ്മെന്റ് ആവശ്യം വരികയാണെങ്കിൽ മേ ബി ആഫ്റ്റർ 65 or 70 years, അല്ലെങ്കിൽ ഒരാൾക്ക് ചിലപ്പോൾ റീപ്ലേസ്മെന്റ് ആവശ്യം വന്നില്ല എന്ന് വരും. നമ്മൾ കണ്ടിട്ടുള്ള ഫോളോ അപ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ഫോളോ അപ്പ് എനിക്ക് 14 years വരെയുള്ള ഫോളോ അപ്പ് ഉണ്ട്. അവർക്കൊന്നും റീപ്ലേസ്മെന്റ് ആവശ്യം വന്നിട്ടില്ല. ഞാൻ പഠിച്ച സ്ഥലത്ത് ഡോക്ടർ മംഗൽ പരിഹാറിൻ്റെ അവിടെ 25+ yearsന്റെ ഫോളോ അപ്പ് ഉണ്ട്. അവർക്ക് റീപ്ലേസ്മെന്റ് ആവശ്യം വന്നിട്ടില്ല. പക്ഷേ ചെറിയൊരു പെർസെൻറ്റേജ് ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി റീപ്ലേസ്മെന്റ് ആവശ്യം വരും. പക്ഷെ ആവശ്യം വരികയാണെങ്കിലും അത് ലേറ്റ് ആക്കി കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഈ നീ പ്രിസർവേഷൻ സർജറി കൊണ്ട് സാധിക്കാൻ പറ്റും.